ഓട്ടോമാറ്റിക് വാഹനങ്ങൾ പറഞ്ഞാൽ തന്നെ പല ടൈപ്പ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. CVT, DSG, IMT, AMT അങ്ങനെ പലതരം ഗിയർ ബോക്സുകളുണ്ട്. 4-5 ടൈപ്പ് ഗിയർ ബോക്സുകളുണ്ട്. അതായത് നമ്മൾ DSG ഗിയർ ബോക്സ് എങ്ങനെയാണെന്ന് നോക്കുകയാണ്. ഈ DSG ഗിയർ ബോക്സ് പറഞ്ഞാൽ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. ഇത് പൊതുവെ പ്രീമിയം സെഗ്മെന്റ് കാറുകളിലാണ് വരുന്നത്. വോക്സ്വാഗന്റെ വാഹനങ്ങൾ, അതേമാതിരി ഓഡി, BMW അങ്ങനെ വല്ല പ്രീമിയം ലക്ഷറി സെഗ്മെന്റിൽ വരുന്ന ഗിയർ ബോക്സ് ആണ് DSG അഥവാ DCT ഗിയർ ബോക്സ് പറയുന്നത്. അപ്പൊ നമുക്ക് DSG ഗിയർ ബോക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണം നോക്കാം. DSG ഗിയർ ബോക്സിൽ 2 ക്ലച്ച് ഉണ്ടാവും. ഇത് മറ്റു ഓട്ടോമാറ്റിക് പോലെയല്ല, രണ്ട് ഗിയർ അറ്റ് എ ടൈമിൽ റേറ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഗിയർ മാറുന്നത് വളരെ വേഗത്തിലായിരിക്കും. ജെർക്കോ ലാഗോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ ഈ പ്രോസസ്സ് വളരെ സ്പീഡ് നടക്കും. അതുകൊണ്ട് ലാഗ് എന്ന സംഭവം നമുക്ക് ഫീൽ ചെയ്യും. DSG ഗിയർ ബോക്സിൽ പൊതുവെ ഡ്രൈവ് മോഡിന് പുറമെ സ്പോർട്സ് മോഡ്, ഒരു മാനുവൽ ഷിഫ്റ്റ് ചെയ്ത് കണ്ട് ഓടിക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഗിയർ മാറുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ഓഡോമീറ്ററിൽ കാണിക്കാറുണ്ട് ഡിസ്പ്ലേയില്. പിന്നെ ഇത് പൊതുവെ മറ്റു വാഹനങ്ങളെ അപേക്ഷിക്കാണ്ട് പെർഫോമൻസ് എടുത്ത് പറയണ്ടേ, നല്ല സ്മൂത്ത് ഡ്രൈവ് ആയിക്കാറ്, സ്പോർട്ടി ഫീലിൽ വണ്ടി ഓടിക്കാം. പക്ഷെ എന്നിരുന്നാലും മറ്റു ഓട്ടോമാറ്റിക് വാഹനങ്ങളെ അപേക്ഷിച്ചാണ്ട് മെയിൻ്റെനൻസ് ചാർജും റിപ്പയറിംഗ് കോസ്റ്റും കൂടുതലായിരിക്കും. കാരണം അത് കാരണം 2 ക്ലച്ച് എപ്പോഴും എൻഗേജ് ആയിരിക്കുമ്പോൾ വണ്ടി ക്ലച്ച് ഓവർ വെയിറ്റ് ആയിക്കാണ്ട് റിപ്പയറിംഗ് കോസ്റ്റ് എപ്പോഴും കൂടുതലായിരിക്കും, മെയിൻ്റെനൻസ് കൂടുതലായിരിക്കും. പൊതുവെ ഇത് പ്രീമിയം സെഗ്മെന്റിൽ കാറുകളിൽ മാത്രമാണ് വണ്ടി DSG ഗിയർ ബോക്സ് ഉപയോഗിക്കാറ്, സ്മൂത്ത് ഡ്രൈവിന് വേണ്ടിയിട്ട്. ഓക്കെ.